ആർട്ട് ആൻഡ് ടോക്ക് ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് SHലെ സോഷ്യോളജി തേർഡ് ഇയർ സ്റ്റുഡൻറ്റും കഴിഞ്ഞ 2 വർഷങ്ങളിലായി MG യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലെ കലാതിലകവുമായ നന്ദന കൃഷ്ണയാണ്. നന്ദന, സ്വാഗതം. സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ 2 വർഷമായി കലാതിലകമാണ് നമ്മുടെ കോളേജിൻ്റെ തന്നെ അഭിമാനമായാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കലോത്സവവും അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഓരോ വർഷം വെയിറ്റ് ചെയ്തിരിക്കുന്ന 7 ദിവസങ്ങളാണ് കലോത്സവത്തിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് 4 ഇവൻറ്റിന് വന്നത്. ഫസ്റ്റ് ഇയർ ആകെ ഞാൻ ഒരു ഇവൻറ്റിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ 4 ഇവൻറ്റ്സിന് വന്നതുകൂടെ എനിക്ക് അത് പ്രഷറായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വന്നത് ഇംഗ്ലീഷ് പോയട്രി റെസിറ്റേഷൻ, ഹിന്ദി പോയട്രി റെസിറ്റേഷൻ, പിന്നെ കുച്ചിപ്പുടി, പിന്നെ അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ്. അതിൽ ഇംഗ്ലീഷ് ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് വേറൊരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ കുച്ചിപ്പുടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ്. പിന്നെ ഒഡീസി ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നത് ഒട്ടും നമുക്ക് പരിചയമില്ലാത്തൊരു സ്റ്റൈലാണ് ഒഡീസിയുടെ. അപ്പോൾ ഒഡീസി ഇതിനു വേണ്ടി ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്കെന്നെ പ്രൂവ് ചെയ്യണം, നന്നായി ചെയ്യണം, മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റണം, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം വന്നത്. പക്ഷെ ഒരിക്കലും കലാതിലകത്തിന് വേണ്ടി അല്ലെങ്കിൽ കലാതിലകം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലോ അങ്ങനെയൊന്നും വന്നതല്ല. അപ്പോൾ അവസാനം അത് എന്തൊക്കെയോ ഭാഗ്യത്തിൽ കിട്ടി. പക്ഷെ അത് കിട്ടുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 2 കുട്ടികൾക്കായിരുന്നു ഷെയർ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ പേര് അനൗൺസ് ചെയ്യാണ്ട് നമ്മൾ കോളേജിൽ നിന്ന് കുറച്ച് സംസാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കൂടി എനിക്ക് ഈ വർഷം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മര്യാദക്ക് അത് മേടിക്കണം എന്നുള്ളൊരു വാശി ഈ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഹിന്ദി പോയട്രി റെസിറ്റേഷൻ, പിന്നെ ഇംഗ്ലീഷ് പോയട്രി റെസിറ്റേഷൻ, പിന്നെ തമിഴ് പോയട്രി റെസിറ്റേഷൻ, പിന്നെ അതർ ഫോംസിൽ ഒഡീസി ആയിരുന്നു. 3 പോയട്രി ആയിരുന്നു. അപ്പോൾ ഹിന്ദി 2 വർഷമായിട്ട് ഫസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അത് ഈ വർഷം കീപ്പ് ചെയ്യണം, കയ്യിൽ നിന്ന് പോരുതെന്നുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പോയട്രി റെസിറ്റേഷനും എന്തെങ്കിലും ഒരു പ്രൈസ് വേണം. തമിഴ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഇവൻ്റാണ്, ഒരു പരിചയമില്ലാത്ത ഭാഷയാണ്. അപ്പോൾ തമിഴ് നല്ല ചലഞ്ചിങ് ആയിരുന്നു. തമിഴിൻ്റെ ആ വാക്കുകളും പറയുന്ന രീതി, സ്ലാങ്ങും അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതർ ഫോംസ് കുറച്ചുകൂടിയും കഴിഞ്ഞ വർഷത്തേതിൽ ഇമ്പ്രൂവ് ആയി ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്നാൽ പോലും ആദ്യത്തെ 3 ഇവൻറ്റ്സ് കഴിഞ്ഞപ്പോൾ പോയിന്റ് ലീഡിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ഇവൻറ്റിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും നമ്മൾ വിചാരിച്ചില്ല, കിട്ടുന്നൊന്നും വിചാരിച്ചില്ല. കിട്ടിയതിൽ സന്തോഷം. 2 വർഷം കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് സന്തോഷം. അപ്പോൾ കലയുടെ ലോകത്തിൽ ഒരുപാട് നാളായി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം സ്കൂൾ കാലം മുതലേ ഡാൻസിലും മോഹിനിയാട്ടം ഇതിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ ഡാൻസിലേക്കും അല്ലെങ്കിൽ മോഹിനിയാട്ടം ഇതിലേക്കൊക്കെ കൈപിടിച്ച് നടത്തിയത്? ആരാണ്? അമ്മയാണ് ഒന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഞാനൊരു 16 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കുന്നത് ഷഫീഖ് സാർ, ഷബാൻ ടീച്ചർ, ഹുസ്ന ബാനു ടീച്ചർ ഇവരുടെ അടുത്താണ് പഠിക്കുന്നത്. തൃശ്ശൂരാണ് പഠിക്കുന്നത്. അപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതും 3ആണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഒഡീസി ഈ വർഷം ഉത്തരാന്തർജനം മാമാണ് എന്നെ പഠിപ്പിച്ചത്. റെസിറ്റേഷൻ ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ മെയിനായിട്ട് ചെയ്തു വരുന്നൊരു അമ്മ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്നൊരു ഇവൻ്റായിരുന്നു ഇംഗ്ലീഷ് പോയിട്ട് റെസിറ്റേഷൻ. പക്ഷേ എത്ര കാലം ഞാൻ സ്കൂളിൽ നിന്നിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് പ്രൈസൊന്നും അത്ര അധികം കിട്ടിയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഹൈസ്കൂൾ ഒക്കെ സമയത്താണ് ഹിന്ദിയിലേക്ക് കടന്നത്. ഹിന്ദി കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു അപ്പോഴേ തൊട്ട്. പിന്നെ കോളേജ് വന്നിട്ട് ഹിന്ദിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസും കിട്ടി. അപ്പം പോയിട്രിക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പണ്ടെന്ന് പറയുന്നത് ഞാൻ ഭവൻസിലാണ് പഠിച്ചത്. അപ്പോൾ 10 വരെ ഭവൻസ് എന്ന് പറയുമ്പോൾ ഭവൻ സ്കൂളുകൾ മാത്രമുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു അതിനെ പോയിട്ടുള്ളത്. പിന്നെ ഒരു വർഷം സഹോദരിക്ക് സംസ്കൃതം റെസിറ്റേഷനും പോയിട്ടുണ്ട്. അല്ലാണ്ട് അപ്പോൾ ഭവൻസ് എന്ന് പറയുമ്പോൾ ഭവൻസിൻ്റെ സ്കൂളുകൾ മാത്രമുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ഭവൻസ് ജ്യോതി ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് സ്റ്റേറ്റിലേക്ക് എനിക്ക് കലോത്സവത്തിന് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞൊരു വലിയൊരു കലോത്സവത്തിന് അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു ഇവൻറ്റ്സിന് വരുന്നത് ഇവിടെ വന്നിട്ടാണ്. അതെനിക്ക് എപ്പോഴും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പം MG കലോത്സവം എടുക്കുകയാണെങ്കിൽ ഒരു ഇവൻറ്റിൽ തന്നെ ഇപ്പോൾ 80 പാർട്ടിസിപ്പൻസ് ഒക്കെ പോയിട്ട് രജിസ്ട്രേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തുടങ്ങിയത് ഈവനിങ് ആവും കഴിയാൻ. അപ്പോൾ നമുക്ക് അത്ര അധികം ടാലൻറ്റ് നമുക്ക് വിറ്റ്നസ് ചെയ്യാനുള്ളൊരു ചാൻസ് വരും. അപ്പോൾ പോയിട്ടൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്തു വരുന്നതാണ്. ഡാൻസാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യാൻ ഇഷ്ടമുള്ളതും ചെയ്യാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ
ഈ കോളേജിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടുന്ന ഇവൻസിനാണല്ലോ പോകുന്നത്. അങ്ങനെയല്ലേ പോയട്രി റെസിറ്റേഷനിലേക്ക് കൂടുതലായത്. പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഡാൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണല്ലോ, അതുപോലെ തന്നെ പോയട്രിയിലൂടെ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിനകത്തുണ്ട്. അങ്ങനെ പോയട്രിയിലേക്ക് ആയതും പോയട്രി ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പം ചെറുപ്പം മുതലേ ഡാൻസും ഇതൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് ശിക്ഷണം ലഭിച്ച ഒരാളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗുരുവാനാണ്? എനിക്ക് എൻ്റെ മോഹിനിയാട്ടം കുച്ചിപ്പുടി പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ഗുരു കലാമണ്ഡലം ഹുസ്നബാനു ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഈ ഫീൽഡിൽ. പക്ഷേ ടീച്ചറുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ടീച്ചർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. നമ്മുടെ അടുത്ത് ഇപ്പോഴും അത്രയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നത് കാണാനും നമ്മളോട് ഓരോ ഐറ്റം എടുക്കാൻ നമ്മളെ പഠിപ്പിക്കാനുള്ള എഫേർട്ട് കാണുമ്പോഴും ടീച്ചർ എനിക്ക് എപ്പോഴും ഇൻസ്പയറിങ് ആയിട്ട്. ഓക്കെ, ഇപ്പം പറഞ്ഞു ഒരു കലോത്സവത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഐറ്റത്തിന് തന്നെ 10-80 സ്റ്റുഡൻസ് ആയിരിക്കും മത്സരിക്കാൻ വരുന്നത്. അപ്പം മറ്റുള്ള മത്സരാർത്ഥികളായിട്ട് നമ്മൾ എന്തായാലും മിങ്കിൾ ചെയ്യും, ഇടപെടും. അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതലും മത്സരബുദ്ധിയായിട്ടാണ് തോന്നുന്നത്, അവരോട് സൗഹൃദത്തോടെ നടക്കാനാണ് തോന്നുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയാണത്? ഞാൻ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് കുറവാണ്. പൊതുവേ ഞാൻ കോമ്പറ്റീഷന് പോയാൽ ഞാൻ മിക്കവാറും ടെൻഷൻ അടിച്ച് ഒരു മൂലക്കിലിരിക്കാനാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ വേറെ കുട്ടികൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഓരോരുത്തരും ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഇപ്പോൾ പോയിട്ട് റെസിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോയം തന്നെ ആൾക്കാർ പല രീതിയിൽ പാടുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അവർ ഇപ്പോൾ അതിനെ തന്നെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോഴും, ഇപ്പോൾ ഒരു വർഷം ഇപ്പോൾ ഒരു കുട്ടി ഹിന്ദി ഒരു പോയം ചെയ്തത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ടാവും, അതിൻ്റെ ലൈൻസും. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഈ കുട്ടി ഉണ്ടാവുമോ, ഈ കുട്ടിയുടെ ഈ പോയം ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ ഇരിക്കുന്നത് അതൊക്കെ രസമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ എസ് എച്ച് കോളേജ് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്? കാരണം ശരിക്കും ഈ ഒരു അച്ചീവ്മെന്റിന് ഞാനും പിന്നെ എൻ്റെ അമ്മ, ഫാമിലി അവരെത്ര പാട്ടാണ്, അതുപോലെ തന്നെ എസ് എച്ച് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പാട്ടാണ്. ഞാൻ ഇവിടെ കൾച്ചറൽ കോട്ടയിലാണ് ജോയിൻ ചെയ്തത്. അപ്പം കൾച്ചറൽ കോട്ടയിൽ ഞാൻ പല കോളേജസിലും കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ഭവൻസിന് പോയത് കാരണം എനിക്ക് പല കോളേജസിനും എടുത്തില്ല. അപ്പോൾ എസ് എച്ച് മാത്രമാണ് എന്നെ കൾച്ചറൽ കോട്ടയിൽ എടുത്തത്. അപ്പം ഞാൻ വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എസ് എച്ചിൻ്റെ കോള് വന്നപ്പോൾ ഞാൻ എസ് എച്ചിൽ വിളിച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഒരിക്കലും ഞാൻ ഇവിടെ നിന്നൊക്കെ ശരിക്കും എനിക്ക് ഒരു ഇവൻറ്റിന് ഫസ്റ്റ് ഇയർ തന്നെ പോകുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം എസ് എച്ചിൽ ഞാൻ ഒരു ഭയങ്കര പല രീതിക്ക് പല ടാലൻറ്റുകൾ ഇഷ്ടംപോലെ കുട്ടികളുള്ളൊരു കോളേജാണ്. ഇപ്പോൾ കോളേജിൽ നിന്ന് തന്നെ ഉള്ള കോമ്പറ്റീഷൻ കണ്ടിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഡാൻസ് ഇവൻസിനൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ് നമ്മുടെ കോളേജിൽ തന്നെ ഉള്ളത്. എന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് ശ്യാം സാർ എൻ്റെ ഏറ്റവും വലിയ പാർട്ടായിരുന്നു എൻ്റെ ഈ ജേർണിയിൽ. സാർ എന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെ ഹിന്ദി പോയിട്ട് റെസിറ്റേഷൻ, തമിഴിനെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എൻ്റെ കൂടെ ഒരു കോളേജിലൊരു മെൻറ്റർ പോലെ എന്നെ ഈ കലോത്സവത്തിന് എപ്പോഴും കൂടെ ഇരുന്നത് ശ്യാം സാറായിരുന്നു. അപ്പോൾ ശ്യാം സാർ ഒരു ഏറ്റവും വലിയ പാട്ടാണ്. ഇപ്പോൾ ഹിന്ദി റെസിറ്റേഷൻ നമ്മുടെ കോളേജിന് ഇപ്പോൾ 4th ഇയർ ആയിട്ടാണ് തോന്നുന്നു ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പാട്ട് ശ്യാം സാറാണ് എന്നെ ഇതാക്കിയെടുത്തതിൽ, ഗ്രൂം ചെയ്തെടുത്തതിൽ. പിന്നെ ബാക്കി ആണെങ്കിൽ പോലും ടീച്ചേഴ്സ് ഒരു വലിയ പാട്ടാണ്. എൻ്റെ HOD എല്ലാവരും ഇപ്പോൾ ഞാൻ ആർട്ടിലേക്കാണെങ്കിൽ അവർ അതിനുപോലെ അത് സപ്പോർട്ട് ചെയ്ത് തരുന്ന ടീച്ചേഴ്സാണ്. പിന്നെ വിഷ്ണു സാർ, പിന്നെ ജെയിംസ് സാർ ഇപ്പോഴും എനിക്ക് ഭയങ്കര കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിനുണ്ടായപ്പോൾ സാറ് എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സും കുറച്ച് വോളണ്ടിയേഴ്സും ഉണ്ടായിരുന്നു ഈ ഭയങ്കര പ്രശ്നം നടക്കുമ്പോൾ. അപ്പോൾ സ്റ്റേജിൽ കയറി എനിക്ക് വേണ്ടി സംസാരിച്ച ഒരാളായിരുന്നു ജെയിംസ് സാർ. അപ്പം ലാസ്റ്റ് ഇയർ സാറ് പറഞ്ഞിരുന്നു, ഈ ഉണ്ടായപ്പോൾ കിട്ടിയ ഹ്യൂമിലേഷൻ ഒന്നും മറക്കരുത്, അതകത്തൊരു ഫയറായിട്ട് കിടക്കണം, എന്നിട്ട് വേണം അടുത്ത വർഷം ഇവിടെ വന്നിട്ട് അത് ഒറ്റയ്ക്ക് മേടിക്കണം, അത് അങ്ങനെ ഇത്ര ആൾക്കാർ മുന്നിൽ അത് മേടിക്കണം എന്നുള്ള സാർ എൻ്റെ അടുത്ത് പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ ടീച്ചേഴ്സ് എനിക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ MG കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് കിട്ടാൻ അത്രയ്ക്ക് ഞാൻ ചെയ്യുമോ, എൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടോ എൻ്റെ പെർഫോമൻസിന് പോലും ഞാൻ ഡൗട്ട് ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ അത് പോളിഷ് ചെയ്തെടുക്കാൻ കോളേജ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് കിട്ടിയ ഒരു ഗൈഡൻസ്, പിന്നെ യൂണിയൻ വോളണ്ടിയേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്.
പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ കാര്യം പറയും, ഇപ്പം നമ്മുടെ കോളേജിൽ നിന്ന് പോകുന്നത് തന്നെ ശരിക്കും ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. നമ്മൾ SHനെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ പോവുക എന്ന് തന്നെയുള്ളത് ശരിക്കും അത് എനിക്കൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു ഇവൻറ്റിന് കയറുമ്പോൾ ഞാനത് എപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ ഒരു ഇവൻറ്റിന് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ഇവൻ്റ് ആകുമ്പോൾ കാണാൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അവിടെ ഉണ്ടാവും നമുക്ക് വേണ്ടി ചിയർ ചെയ്യാൻ. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇത്ര അധികം ചിയർ കിട്ടുന്നത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമുക്കൊരു പവറാണ് ചെയ്യാൻ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടുന്ന ഒരു നല്ല കയ്യടി ആയിരിക്കും. ഇത്ര അധികം കുട്ടികൾ ആ ഒരു ടൈം ആകുമ്പോൾ എല്ലാവരും വരും. അതൊക്കെ ശരിക്കും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്കതൊക്കെ ഭയങ്കര മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് തന്നെയാണ്. ഇപ്പോൾ പ്രൈസ് ഡിക്ലെയർ ചെയ്യാറാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അപ്പോഴും വരും നമ്മളെ ചീർ ചെയ്യാനായിട്ട്. അങ്ങനെ എപ്പോഴും ഇപ്പോൾ ലോട്ട് എടുക്കലായാലും അത് മാറ്റാൻ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ അതിനെ ഫുൾ എല്ലാം അത്രയധികം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് ഉണ്ട്. യൂണിയൻ എല്ലാവരും എനിക്ക് ഇതിനു വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം SH എനിക്ക് തോന്നില്ല, SH വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ടൈറ്റിൽ അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. SH ആണ് എന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഗ്രൂം ചെയ്ത് എടുത്തത്. അതിന് ഏറ്റവും വലിയ കലോത്സവത്തിൽ ചെല്ലുവാണെങ്കിലും അതർ ഫോംസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെ 4-5 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ സാധാരണ ചെല്ലുവാണെങ്കിൽ തന്നെ ഒരു ഐറ്റം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. ഇപ്പം അതിനെന്താണ്, എങ്ങനെയാണ്, 19 പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ഈ 4 എണ്ണത്തിനും ഈ പ്രഷറൊക്കെ എങ്ങനെ താങ്ങാൻ പറ്റി? അതെങ്ങനെയായിരുന്നു? പൊതുവെ ഞാൻ അത്രയൊന്നും ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല. അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഇതിൽ. പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കരുത്, കോളേജിനെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കരുത്, പിന്നെ അമ്മേനെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കരുത്. ഇന്നും 3 ഫാക്ടേഴ്സാണ്. നന്നായി മാക്സിമം പെർഫോം ചെയ്യുക. എനിക്ക് ഈ വർഷം ഞാൻ പറഞ്ഞ പോലെ തമിഴായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. തമിഴ് എനിക്ക് സിനിമ കണ്ടുപോലും ശീലമില്ല. അപ്പോൾ തമിഴ് ആ ഒരു പ്രൊനൗൺസിയേഷൻ പെണ്ണാന്ന് യൂസ് ചെയ്യുന്നത്, അതൊക്കെ തമിഴ് പ്രൊനൗൺസ് ചെയ്യാൻ അതൊന്ന് ക്യാച്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് പിന്നെ കലോത്സവത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു അക്കാഡമിക്സിനേലും ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് കലോത്സവത്തിനാണ്. അപ്പോൾ എഫേർട്ട് ഇട്ടിരുന്നു തമിഴിനും പിന്നെ ഒഡീസി ആണെങ്കിലും. സ്ട്രെസ് ഞാൻ അത്ര നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല. കലോത്സവ സമയമാകുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഭയങ്കര സ്ട്രെസ്സിലേക്ക് എനിക്കത് അങ്ങനെ, പക്ഷെ അത് എൻജോയ് ചെയ്യുന്നത് ഒരാളാണ്. ഇതിപ്പോൾ കലോത്സവം കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു എംപ്റ്റി ഫീലിംഗ് തോന്നും. ഇനി ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ, അങ്ങനെയുള്ളൊരു ഫീലിംഗ് തോന്നും. ഹാൻഡിൽ ചെയ്യാൻ പിന്നെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. എപ്പോഴും നമ്മൾ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇവൻറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ. അതിന് ഞാനിരുന്ന് ഇപ്പം SHൻ്റെ ഇപ്പം വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് ഞാൻ കേട്ടിരിക്കും ഒരു മോട്ടിവേഷന് വേണ്ടി. എന്നിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്രയധികം എന്നേക്കാൾ കൂടുതൽ നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചുറ്റും ഉണ്ടായിരുന്നു. അതിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം 3rd ഇയർ ആണ് ഈ വർഷം കൊണ്ട് SH നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ ഇനിയും കലയുടെ ലോകത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ.